ഉൾവലിവിൻ്റെ ഉത്തരവാദി ആര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ SR ശക്തിധരൻ, ഇന്നിപ്പോൾ കോടതി വിജിലൻസ് ഡയറക്ടറെയും വിമർശിച്ചിരിക്കുകയാണ്. ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട പരാതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് വിജിലൻസിനെ വിമർശിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ തന്നെയുള്ള വിമർശനമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? ഒപ്പം വിജിലൻസിൻ്റെ സ്വാതന്ത്ര്യം തന്നെ പരിമിതമാണ് എന്നതിൻ്റെ സാധൂകരണമായി നടത്തപ്പെട്ട വിലയിരുത്തലുകളോടുള്ള പ്രതികരണം എന്താണ്? അല്ല, ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വിജിലൻ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് തന്നെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. ഇവിടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് നമ്മുടെ ജനം അറിയാൻ തുടങ്ങിയത്. അതിനൊരു അധിപനുണ്ടെന്നുള്ളതും ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കാര്യം ഞാൻ പറയാം, വിജിലൻസ് ഡയറക്ടർ ഈ വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ താളത്തിനൊത്ത് തുള്ളി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ജേക്കബ് തോമസിൻ്റെ ഒരു സ്വഭാവം അറിയാവുന്ന ആളുകൾക്ക് അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഈ 7 മാസത്തിനിടയിൽ ഇത്രയേറെ വിജിലൻസ് കേസുകൾ ബഹുജന ശ്രദ്ധയാകർഷിക്കുന്ന ഒരുപാട് വിജിലൻസ് പരാതികൾ ഒക്കെ ഉണ്ടാവും, കേസുകളും ഉണ്ടാവും. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് വന്ന ആ ഗവൺമെൻറ്റിന് എതിരായിട്ട് വിജിലൻസ് കേസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വിജിലൻസ് ഡയറക്ടറുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണണം. ഇപ്പോൾ പറയും ഇന്ന് കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ കേസ് വരാനിരുന്നത് കൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു ക്വിക്ക് റിപ്പോർട്ട് ത്വരിതാന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇറക്കിയത് എന്നുള്ള ആക്ഷേപം ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യാനുള്ളൊരു ധൈര്യവും അതിനുള്ളൊരു ചങ്കൂറ്റവും നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ഇവിടെ നേരത്തെ കോടിയേരി സൂചിപ്പിച്ചതുപോലെ മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആക്ഷേപം എഴുതി കൊടുത്തിട്ട് ഉണ്ടായ ഒരു അന്വേഷണമാണത്. അതുപോലെയല്ല ഇത് ത്വരിതാന്വേഷണം. ഇത് ഇപ്പോൾ വിജിലൻസ് തന്നെ പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടുന്നല്ലേ കോടതി ഇപ്പോൾ അത് ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഉത്തരവുണ്ടായ ഉടൻ തന്നെ വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെ മുഴുവൻ ഇന്ന് വൈകിട്ട് തന്നെ വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയുണ്ടായി. വിശദമായി പരിശോധിച്ച് എന്തൊക്കെയാണ് പരാധീനതകൾ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഡിലേ ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടത് വിജിലൻസ് വിജിലൻ്റാണ് എന്ന് തന്നെയാണ്. അതല്ല, പിന്നെ വേറൊരു കാര്യം ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതാണത്. വിജിലൻസ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്വന്തമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് വെച്ചതാണ്. ഒരു മകളുടെ വിവാഹമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനുണ്ടാകാവുന്ന ഉദ്യോഗസ്ഥനുള്ളൊരു ഗൃഹനാഥനുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരു പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല എന്നും നമുക്ക് വേണേൽ വിലയിരുത്താം. അത്രയേ ഉള്ളൂ, അല്ല ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു സാധ്യത ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ സബോർഡിനേറ്റ്സിനെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാത് SP-മാരെ അതിന് ഉത്തരവാദപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ SP-മാർ മറ്റേ വിജിലൻസ് ഡയറക്ടറെ ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് ആവക നൂലാമാലകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കേസുകൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ വേഗത കൂട്ടാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും നാം മനസ്സിലാക്കിയാൽ ഇതങ്ങനെ ഒരു കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറയാൻ കഴിയുമോ എന്ന് പറയുന്നവർ പറയുക. ഇതുപോലെ തന്നെയാണ് CBI-യെക്കുറിച്ചും പറയുന്നത്. CBI-യും ഒരു കൂട്ടിലടച്ച തത്തയാണെന്ന് നമ്മുടെ രാജ്യത്ത് ആദ്യം പറയാൻ തുടങ്ങിയില്ലേ. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ദുർഗതിയെന്നോ ദുര്യോഗമെന്നോ പറയാവുന്നത് ഇതുപോലുള്ള സ്വതന്ത്രമായ പ്രവർത്തനം നടത്തേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ വരുതിയിൽ നിർത്തി വന്ന ഭരണമാണ് കഴിഞ്ഞ സ്വതന്ത്ര ഭാരതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രേതബാധയോ മറ്റോ ആണ് നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടും വന്നിട്ടുള്ള ആരോപണം എന്നാണ് എനിക്ക് പറയാം. ശരി, ശ്രീ കേശവദാസൻ നായർ, ഇവിടെ ഒരു വിജിലൻസ് ഉണ്ട്, അതിനൊരു അധിപനുണ്ട്.
ഒരു സാധാരണ പരാതി വന്നാലും അതിൻ്റെ മേൽ നടപടി ഉണ്ടാകും. പിന്നെ അതിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ അതിന് കാരണമായിട്ടുണ്ടാകാം. ഈ വിശദീകരണം തൃപ്തികരമാണോ? ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിജിലൻസ് കോടതി ഒരു കേസിൻ്റെ കാര്യത്തിൽ മാത്രമുണ്ടായ ഒരു അലംഭാവത്തിൽ അല്ല ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. വിജിലൻസ് കോടതി 3 കേസിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഒന്ന്, EP ജയരാജൻ മന്ത്രി ആയിരുന്ന സമയത്ത് ഉണ്ടായ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ. DIG ശ്രീലേഖ IPSന് എതിരെയുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയുള്ള ആരോപണം. ഈ 3 ആരോപണം ഉണ്ടായപ്പോഴും ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്താതെ ഈ 3 സമയത്തും ശ്രീ ജേക്കബ് തോമസ് അവധിയിൽ പോയി. 3 കേസിനകത്തും കോടതിയിൽ വന്ന് പല പ്രാവശ്യം മാറ്റി അവസാനം കോടതി ഉത്തരവുണ്ടാകും എന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ കോടതി ഇതെടുക്കും എന്ന് ബോധ്യമുള്ള സമയത്ത് 2 ദിവസം മുമ്പ് ഉത്തരവിറക്കുന്ന സംഭവം ഈ 3 കേസിലും ഒരുപോലെ ഉണ്ടായി എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അല്ലാതെ ഒരു കേസിൽ മാത്രമല്ല. ആകാശത്തിൽ UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പറന്നു നടന്ന ഒരു തത്തയായിരുന്നു ശ്രീ ജേക്കബ് തോമസ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ മേഴ്സിയിൽ ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ അസിസ്റ്റൻറ്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കർണാടക ഫയൽ ചെയ്ത കേസിനകത്ത് 151 ഏക്കർ 3 സെൻറ്റ് ഭൂമി അനധികൃതമായി കൈവശം വെക്കുന്നു എന്ന കേസിനകത്ത് മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുക. ഇവിടെ കൂത്തുപറമ്പ് സ്വദേശിയായ സത്യൻ നാരൂർ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല. വിസിൽ ബ്ലോവേഴ്സ് ആക്ടിൻ്റെ പ്രൊട്ടക്ഷൻ തനിക്ക് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ട് ആ റിപ്പോർട്ട് കൊടുക്കാതെ മുക്കിവെച്ചിരിക്കുക. ജഹാംഗീർ എന്ന തിരുവനന്തപുരംകാരനും ഈ ഉദ്യോഗസ്ഥനെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ സംരക്ഷണം ആവശ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വിജിലൻസിൻ്റെ തലപ്പത്ത് എന്നത് ഗൗരവമായ ഒരു വിഷയമാണ്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം അനധികൃതമായി ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന നിലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്. ഇവിടെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ പേരിലുള്ള കേസ് നവംബർ മാസത്തിൽ കൊടുത്ത പെറ്റീഷൻ മേൽ ഒന്നും ചെയ്തില്ല. ഒരു ഉത്തരവും ഇറക്കിയില്ല വിജിലൻസ് ഡയറക്ടർ. വീണ്ടും കോടതിയിൽ പോയി 2 പ്രാവശ്യം കോടതി അത് മാറ്റിവെച്ചു. 3ാമത്തെ പ്രാവശ്യം കോടതിയിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഇന്ന് കേസെടുക്കാനിരിക്കുകയായിരുന്നു 2 ദിവസം മുമ്പ് ഉത്തരവിറക്കുന്നത്. ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ഇത്തരം ഒരു കാര്യത്തിൽ പറയാൻ കഴിയുക? ആരാണ് പറയുന്നത് ന്യായമായ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണെന്ന്? അദ്ദേഹം ഒരുപാട് വാർത്തകളിൽ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട്. ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഏതെങ്കിലും ഒരു കേസിനകത്ത് അദ്ദേഹം എത്തിയെന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുമോ? വലിയ പബ്ലിസിറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ കൂട്ടിലടച്ചത് അത്തയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കേസിനകത്ത് ഈ പബ്ലിസിറ്റി അങ്ങോട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക്കൽ കൺക്ലൂഷനെത്തി ഒരു ചാർജ് കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പബ്ലിസിറ്റിക്ക് പുറമേ അല്ലെങ്കിൽ അകത്തോട്ട് കയറി നോക്കിയാൽ പബ്ലിസിറ്റി അല്ലാതെ മറ്റൊരു തെളിവും വളരെ പ്രമാദമായി ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള പാറ്റൂർ കേസിൽ ഉൾപ്പെടെ കെ ബാബുവിൻ്റെ കേസിൽ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാകുന്നു. ആ വിവാദങ്ങൾ ഉണ്ടായി, വലിയ പബ്ലിസിറ്റി ഉണ്ടായി, അവിടെ നിൽക്കുന്നു. ശ്രീ KM എബ്രഹാമിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കേസ് എവിടെ എത്തി? ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ പോലും തേജോവധം ചെയ്യത്തക്കവണ്ണം നമ്മുടെ വിജിലൻസ് പ്രവർത്തിച്ചില്ലേ? വിജിലൻസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട വിജിലൻസ് ഏത് നിലയിലാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛയ്ക്കൊത്ത്
ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ, രാഷ്ട്രീയ പൊതുപ്രവർത്തകനെ നിലയ്ക്ക് നിർത്താൻ ഈ വിജിലൻസ് ഡയറക്ടറെ ഉപയോഗിക്കുകയാണ്. പക്ഷേ സ്വന്തം മന്ത്രിമാർക്കെതിരെ വരുമ്പോഴേക്കും ഇദ്ദേഹത്തിന് വല്ലാത്ത വിറയൽ അനുഭവപ്പെടുന്നു. ഒരു കാര്യവും ചെയ്യുന്നില്ല. കോടതി അതാണ് പറഞ്ഞത്, ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അലംഭാവവും പാടില്ല. ശ്രീലേഖ ഐ.പി.എസിൻ്റെ കേസിനകത്ത് റിപ്പോർട്ട് ഇന്ന ദിവസത്തിനകം കൊടുക്കണം, മേഴ്സിക്കുട്ടിയമ്മയുടെ കേസിനകത്ത് റിപ്പോർട്ട് കൊടുക്കണം. അതിനൊക്കെയുള്ള ഒരു ടൈം ഷെഡ്യൂൾ തന്നെ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കോടതിക്ക് വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ സത്യസന്ധത, ആ ഉദ്യോഗസ്ഥൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവല്ലേ അത്? ശരി, ശ്രീ വി മുരളീധരൻ, രണ്ട് കാര്യങ്ങൾ ഗൗരവതരമായി സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ത്വരിതാന്വേഷണം, രണ്ട് കോടതിയുടെ വിമർശനം. പക്ഷേ ഈ രണ്ട് കാര്യത്തെയും CPM സംസ്ഥാന സെക്രട്ടറി നിസ്സാരവൽക്കരിച്ചാണ് പ്രതികരിച്ച് കണ്ടത്. ഇപ്പോൾ ത്വരിതാന്വേഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ആര് പരാതി കൊടുത്താലും ത്വരിതാന്വേഷണം ഉണ്ടാകുമല്ലോ. ഇത്ര ലാഘവ ബുദ്ധിയോടെയാണ് ത്വരിതാന്വേഷണത്തെ 7 മാസം മുൻപും കോടിയേരി കണ്ടിരുന്നത് എങ്കിൽ അത്ഭുതപ്പെടാനില്ലായിരുന്നു. പക്ഷേ വ്യത്യസ്തമായൊരു സമീപനം ഈ കാര്യത്തിൽ എടുക്കുന്നു. കോടതിയുടെ നിരീക്ഷണം പറയുമ്പോൾ കോടതിക്ക് നിരീക്ഷിക്കാമല്ലോ, അതിലെന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സാഹചര്യത്തെ വിലയിരുത്തുക വഴി ഇത്ര നിസ്സാരമായി കാണേണ്ട ഒന്നാണ് എന്ന നിലപാടിലാണോ ഈ പാർട്ടി? അങ്ങനെയെങ്കിൽ ആ പാർട്ടിയുടെ നിലപാടിനെയും ഈ സർക്കാരിൻ്റെ നിലപാടിനെയും എല്ലാം അത് കൂടുതൽ സംശയത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇതിപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതൊരു അദ്ദേഹം ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന സ്ഥിതിയിൽ അതിനെ ഒന്ന് മയപ്പെടുത്താൻ ഇത്തരത്തിലുള്ളൊരു പരാമർശം അല്ലാതെ വേറെ നടത്താൻ പറ്റില്ല. പക്ഷെ ഞാനിത് ഈ വിഷയം കാണേണ്ടത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടായ സാഹചര്യമാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അതുവരെ അഴിമതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ഒരാൾ എന്നുള്ളൊരു പ്രതിച്ഛായയാണ് ജേക്കബ് തോമസിനുണ്ടായിരുന്നത് UDF സർക്കാരിൻ്റെ കാലത്ത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഫയർഫോഴ്സിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്ന് പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് അവിടുന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഇടതുപക്ഷം ഒരു സന്ദേശം കൊടുക്കാൻ ശ്രമിച്ചു എന്ന് എല്ലാവരും ധരിച്ചത് ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണ്. ജേക്കബ് തോമസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സീറോ ടോളറൻസ് ടു കറപ്ഷൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിന് മുദ്രാവാക്യമാണ്. ചുവപ്പ് കാർഡ് എടുത്ത് കാണിച്ചു, മഞ്ഞ കാർഡ് എടുത്ത് കാണിച്ചു, ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ നാടകങ്ങളും കാണിച്ചു. 7 മാസമായിട്ട് എന്താണ് റിസൾട്ട്? കെ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണം എവിടെ എത്തി? കെ ബാബുവിൻ്റെ ബിനാമി എന്ന് പറഞ്ഞിട്ട് പണം പിടിച്ചെടുത്ത ഒരു ബേക്കറിക്കാരന് അത് തിരിച്ചു കൊടുക്കേണ്ടി അടക്കം ചെയ്തു. കെ മാണിക്കെതിരായിട്ടുള്ള കേസ് പൂർണ്ണമായിട്ട് ഡ്രോപ്പ് ചെയ്തു. KM എബ്രഹാമിനെതിരായിട്ട് ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു. ഈ ഗവൺമെൻറ്റിലുള്ള ആളുകൾക്കെതിരായിട്ട് നടത്തുന്ന ഈ അന്വേഷണങ്ങൾ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ജേക്കബ് തോമസ് മാറിയെന്നാണോ, അതോ കോൺഗ്രസും CPM-ഉം തമ്മിലൊരു ധാരണ എത്തിയോ? കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഗവൺമെൻറ് വരുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചോളം ഒന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. EP ജയരാജനെതിരായിട്ട് സ്ട്രിക്റ്റായിട്ട് നീങ്ങിന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും നടപടി വരും. ബാക്കിയുള്ള മന്ത്രിമാർക്കെതിരായിട്ട് പല ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്, ആ ആരോപണങ്ങളും ജേക്കബ് തോമസ് അതേ രീതിയിൽ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ സർക്കാരിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസിനെതിരായിട്ടുള്ള അന്വേഷണം മയപ്പെടുത്താൻ തീരുമാനിച്ചു. ഇപ്പുറത്തെ അന്വേഷണവും അതേ രീതിയിലാക്കി. അപ്പോൾ ജേക്കബ് തോമസ് വാസ്തവത്തിൽ സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു തത്ത തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായിട്ട് എങ്ങനെയാണോ എന്നുള്ളതിൻ്റെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അദ്ദേഹം ഈ വിസിൽ ബ്ലോവർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പല പരാതികൾ കൊടുക്കുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ട്. ഈ പായിച്ചിറ നവാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പരാതി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊന്നും കടക്കാതെ തന്നെ ഗവൺമെൻറ്റിലുള്ള മന്ത്രിമാർക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, പരാതികൾ, ആ പരാതികളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നേരിട്ട് EP ജയരാജനെതിരായിട്ടുള്ള പരാതി കൊടുത്തതുമാണ്, അതിൻ്റെ മൊഴി കൊടുത്തതുമാണ്. തുടർന്ന് ഒന്നും നടന്നിട്ടില്ല. മറ്റ് ചില പരാതികൾ ഞാൻ കൊടുത്തതിൽ വിജിലൻസ് തന്നിട്ടുള്ള മറുപടി, അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ നിങ്ങൾ തന്നാൽ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. തെളിവ് തരാൻ ഒരു സ്വകാര്യ വ്യക്തിക്ക്
പരിമിതികളുണ്ട്. പക്ഷെ തെളിവിലേക്ക് നയിക്കാവുന്ന വിഷയങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വിഷയങ്ങൾ അന്വേഷിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ജേക്കബ് തോമസ് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ വരുമാനത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ അടക്കം കുടുംബാംഗങ്ങളുടെ അവരുടെ വരുമാന സ്രോതസ്സിനെക്കുറിച്ച് ഒക്കെയുള്ള വിഷയങ്ങൾ ഇതൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ധാരാളം കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്, ധാരാളം കാര്യങ്ങൾ അവർക്ക് സേവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പ്ലയബിളായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ വെച്ച് തൽക്കാലം ഈ വിജിലൻസ് വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ സി ആർ നീലകണ്ഠൻ, രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലല്ല ഈ ചർച്ച. നിശ്ചയമായും ഇന്നിപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്.